എല്ലാവർക്കും നമസ്കാരം. PSC ഓൺലൈൻ ക്ലാസ്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കുന്നത് സംഖ്യകളുമായി ബന്ധപ്പെട്ട ഏറ്റവും അവസാനത്തെ ഭാഗമായിട്ട് തിരിച്ചിരിക്കുന്ന ലഘു സമവാക്യങ്ങൾ അല്ലെങ്കിൽ സിമ്പിൾ ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഇക്വേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മൾ സ്കൂൾ തലം മുതൽ തന്നെ ഒരുപാട് വിഷയങ്ങളിൽ ഒരുപാട് ഇക്വേഷൻസ് നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട എക്സും വൈയും ഒക്കെ ഉള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആശയത്തിൽ വരുന്ന ചില ഭാഗങ്ങളാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ടോപ്പിക്കിൻ്റെ പേര് സിമ്പിൾ ഇക്വേഷൻസ് എന്നാണ്. അപ്പോൾ എന്താണ് ഈ സിമ്പിൾ ഇക്വേഷൻ? ലഘു സമവാക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സമവാക്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സമചിഹ്നം അല്ലെങ്കിൽ ഈ ഈക്വൽ സിമ്പിൾ അല്ലേ, ഇക്വാളിറ്റി ഉപയോഗിച്ച് രണ്ട് ടേംസിനെ കണക്ട് ചെയ്യുന്ന ഒരു എക്സ്പ്രഷനാണ് നമ്മളൊരു ഇക്വേഷൻ അല്ലെങ്കിൽ സമവാക്യം എന്ന് പറയുക. അപ്പോൾ അങ്ങനെയുള്ള ഏത് തരം സമവാക്യങ്ങളെയാണ് നമ്മൾ ലഘു സമവാക്യം അഥവാ സിമ്പിൾ ഇക്വേഷൻ എന്ന് വിശേഷിപ്പിക്കുക? അതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ അവയ്ക്കൊരു പ്രത്യേകതയുണ്ട്. സിമ്പിൾ ഇക്വേഷൻസിന് ചില പ്രത്യേകതകളുണ്ട്. നമ്മൾ ഒരുപാട് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഇക്വേഷൻ എഴുതാം. 3x + 4 = 22. ഇതൊരു സിമ്പിൾ ഇക്വേഷനാണ് എന്ന് പറയാൻ കാരണം എന്താണ്? ഈ ഇക്വേഷനിൽ ഒരു വേരിയബിളുണ്ട്, എക്സ് അല്ലേ. ആ ഒരു വേരിയബിൾ എക്സിൻ്റെ ഫസ്റ്റ് പവർ, അതായത് x⁻1 മാത്രമാണ് ഈ ചോദ്യത്തിൽ ഉൾപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മളതിനെ സിമ്പിൾ ഇക്വേഷൻ എന്ന് വിളിക്കുക. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നമുക്കതിനെ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ലീനിയർ ഇക്വേഷൻ എന്ന് വിളിക്കാം. ഇതെല്ലാം അർത്ഥമാക്കുന്നത് ലഘു സമവാക്യം അല്ലെങ്കിൽ സിമ്പിൾ ഇക്വേഷൻ എന്ന് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? എത്ര വേരിയബിൾസ് ഉണ്ടെങ്കിലും, ഒരെണ്ണമാകട്ടെ രണ്ടെണ്ണമാകട്ടെ, എത്ര വേരിയബിൾസ് ഉണ്ടെങ്കിലും ആ വേരിയബിൾസൊക്കെ ഫസ്റ്റ് പവറിൽ മാത്രം നിൽക്കുന്ന തരം ഇക്വേഷൻസ്, ഇപ്പോൾ x⁻1 അല്ലെങ്കിൽ y⁻1 മാത്രം ഉൾപ്പെടുന്ന ഇക്വേഷൻസിനെയാണ് സിമ്പിൾ ഇക്വേഷൻസ് എന്ന് വിശേഷിപ്പിക്കുക. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കും? എക്സിൻ്റെ ടേമായിട്ടുള്ള ഈ 3x ഒരു വശത്ത് നിർത്തിക്കൊണ്ട് 4നെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുന്നു അല്ലേ? ഇതാണ് നമ്മളെല്ലാവരും ചെയ്യുക. 22 - 4 = 18. അപ്പോൾ നമുക്ക് മനസ്സിലായി 3xൻ്റെ വില 18ആണ്. എക്സിൻ്റെ വില എത്രയാണ്? എക്സിൻ്റെ വില 6ആണ്. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ നമുക്ക് ഒരു മത്സര പരീക്ഷയിൽ, ഒരു PSC പരീക്ഷയിൽ നമുക്ക് ഈ ഒരു ചോദ്യം ഇങ്ങനെ ചോദിക്കില്ല. ഇപ്പോൾ 3x + 4 22 ആണെങ്കിൽ എക്സ് എത്ര എന്ന് പറഞ്ഞൊരു ചോദ്യം നമുക്ക് ചോദിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. അതേസമയം നമുക്കൊരു പ്രാക്ടിക്കൽ രീതിയിലായിരിക്കും ഈ ചോദ്യം ചോദിക്കുക. അതായത് ഒരു ചോദ്യത്തിൽ ഒന്നോ രണ്ടോ വാക്യങ്ങൾ, ഒന്നോ രണ്ടോ സെൻറ്റൻസുകളുണ്ട്. ആ സെൻറ്റൻസുകൾ വായിച്ചെടുക്കുമ്പോൾ നമുക്കതിൽ നിന്ന് ഒരു ഇക്വേഷൻ ലഭിക്കുന്നു. ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് നമുക്കതിനകത്തെ അറിയാൻ വയ്യാത്ത വാല്യൂ, അതായത് വേരിയബിൾ കണ്ടുപിടിക്കുന്നു. ആ ഒരു രീതിയിൽ വരുന്ന ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു പകുതി ഭാഗത്ത് നമ്മൾ സംഖ്യകളുമായി ബന്ധപ്പെടുന്ന റിലേറ്റീവ്ലി ഡയറക്റ്റായിട്ട് നമുക്ക് ഇക്വേഷൻ കിട്ടുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഉള്ളത്. രണ്ടാമത്തെ ഒരു ഭാഗത്ത് ഇതുമായി ബന്ധിപ്പിക്കാവുന്ന ഇൻഡയറക്റ്റായ ചോദ്യങ്ങൾ, അതായത് ഒറ്റ നോട്ടത്തിൽ നമുക്കൊരു ഇക്വേഷൻ എന്ന് പറയുന്ന ആ ഒരു ഫീൽ ആ ചോദ്യത്തിൽ നിന്ന് കിട്ടില്ല, പക്ഷേ ആ ചോദ്യത്തിൽ ഒരു ഇക്വേഷൻ ഒളിഞ്ഞു കിടപ്പുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാനുള്ളത്. ഡയറക്റ്റ് ചോദ്യങ്ങളും ഇക്വേഷൻ്റെ ആപ്ലിക്കേഷൻ രീതിയിൽ വരുന്ന മറ്റു ചോദ്യങ്ങളും. ഇപ്പോൾ ചോദ്യങ്ങളിലേക്ക് പോകും. ചോദ്യം വായിക്കാം. ഒരു സംഖ്യയോട് 13 കൂട്ടിയാലും സംഖ്യയുടെ 3 മടങ്ങിൽ നിന്ന് 35 കുറച്ചാലും കിട്ടുന്നത് ഒരേ ഉത്തരമാണെങ്കിൽ സംഖ്യ ഏത്? നമുക്ക് തന്നിരിക്കുന്ന ഈ ചോദ്യം യഥാർത്ഥത്തിൽ ഒരു ഇക്വേഷനാണ്. ആ ചോദ്യത്തിനകത്ത് ഈ ടോപ്പിക്കിലെ എല്ലാ ചോദ്യങ്ങളും ഇങ്ങനെ തന്നെയായിരിക്കും. ചോദ്യത്തിനുള്ളിൽ ഒരു ഇക്വേഷൻ, ഒരു സെൻറ്റൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു ഇക്വേഷൻ കിടപ്പുണ്ട്. ആ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറയാറുള്ള കാര്യമാണ്, നമുക്ക് ചോദ്യം വായിക്കുമ്പോഴത്തേക്കും മുഴുവനായിട്ട് വായിക്കാൻ പോകരുത്. അതാണ് ഇതിൻ്റെ എല്ലാം ഏറ്റവും കീ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു ഗൈഡ് ലൈൻ. അതായത് ഒരു സംഖ്യയോട് 13 കൂട്ടിയാലും എന്ന് കാണുമ്പോൾ തന്നെ, ഒരു സംഖ്യ എന്ന് കാണുമ്പോൾ നമ്മൾ അതിനർത്ഥം എഴുതി കഴിയണം. എത്രയാണ്? എക്സ്. സംഖ്യ നമ്മളെ സംബന്ധിച്ചിടത്തോളം എക്സ് ആണ്. എന്നിട്ട് അതിനടുത്തത് ഒരു സംഖ്യയോട് 13 കൂട്ടിയാലും എന്ന് പറയുമ്പോൾ x+13 നമ്മൾ എഴുതി കഴിഞ്ഞു. വായിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇനി സംഖ്യയുടെ 3 മടങ്ങിൽ നിന്ന് 35 കുറച്ചാലും, സംഖ്യയുടെ 3 മടങ്ങ്. അപ്പോൾ സംഖ്യയുടെ 3 മടങ്ങെന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിൻ്റെ 3 മടങ്ങായ 3x ആണ്.
3 മടങ്ങിൽ നിന്ന് 35 കുറച്ചാലും എന്ന് പറയുമ്പോൾ 3x മൈനസ് 35 കിട്ടുന്നത് ഒരേ ഉത്തരമാണ്, അതായത് ഈക്വൽ ടു. അപ്പോൾ നമുക്ക് ആ ചോദ്യത്തിൽ നിന്ന് കിട്ടുന്ന ആശയം എന്താണ്? എക്സ് പ്ലസ് 13ഉം 3x മൈനസ് 35ഉം ഈക്വൽ ആണ് എന്നാണ് ആ ചോദ്യത്തിൽ യഥാർത്ഥത്തിൽ പറഞ്ഞിരിക്കുക. ഇനി അതിൽ നിന്ന് നമുക്ക് എന്താണ് വേണ്ടത്? സംഖ്യ ഏത്, അതായത് എക്സ് എത്ര, ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്കിതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. അതായത് എക്സ് ഉൾപ്പെടുന്ന പദങ്ങൾ ഒരു വശത്തും സംഖ്യകൾ ഉൾപ്പെടുന്ന പദങ്ങൾ മറ്റൊരു വശത്തും വരുന്ന രീതിയിൽ ഇതിനെ ഒന്ന് മാറ്റി എഴുതാം. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള എക്സിനെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പുറത്തെ സൈഡിൽ ഓൾറെഡി ഒരു 3x ഉണ്ട്. ഇനി ഇവിടുന്ന് വരുന്ന പ്ലസ് എക്സ് എന്നുള്ളത് അപ്പുറത്ത് വരുമ്പോൾ അത് മൈനസ് എക്സ് ആയിട്ട് മാറുന്നു. അപ്പോൾ 3x മൈനസ് എക്സ് ഈക്വൽ ടു, ഇവിടെ ഒരു മൈനസ് 35നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി ഒരു 13 ഉണ്ട്. അതുകൂടാതെ മൈനസ് 35 ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് പ്ലസ് 35 അല്ലേ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ്റെ ഒരു സൈഡിൽ കിട്ടുന്നത് 3x മൈനസ് എക്സ് എത്രയാണ്? 2x. നമ്മൾ വായിക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി സൈഡ് നേരെ തിരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി 35ഉം 13ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക? 48. ഇപ്പോൾ 2x 48 ആണെങ്കിൽ എക്സിൻ്റെ വില 24. അപ്പോൾ നമ്മുടെ ചോദ്യം നമ്മൾ സോൾവ് ചെയ്തു. ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എത്രയാണ്? സംഖ്യ ഈക്വൽ ടു 24. അപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗത്തെ ജനറലായിട്ടുള്ളൊരു രീതി. അപ്പോൾ ഈ ചോദ്യം നമുക്ക് ഇക്വേഷൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്, ഒരു ബേസ് ലെവലിലുള്ളൊരു ചോദ്യമാണ്. പക്ഷേ നമുക്ക് ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാവേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു ഇക്വേഷൻ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാം, അതായത് ഒരു ചോദ്യത്തിൽ ഇക്വേഷൻ്റെ രൂപത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെ അതിനെ ഒരു റിയൽ ഇക്വേഷനാക്കി നമ്മൾ അവിടെ എഴുതുന്നു. എന്നിട്ട് അതിൽ നിന്ന് അൺനോൺ വാല്യൂ ആയ എക്സ്, അല്ലെങ്കിൽ മറ്റു ചില ചോദ്യങ്ങൾ വരുമ്പോൾ എക്സും വൈയും ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള വാല്യൂസ് കണ്ടുപിടിക്കുന്നു. ഇതാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്നത്. അടുത്ത ചോദ്യം, ഒരു സംഖ്യയോട് അതേ സംഖ്യ 16 തവണ കൂട്ടിയപ്പോൾ സംഖ്യയുടെ വർഗ്ഗമാണ് കിട്ടിയത്. സംഖ്യ ഏത്? വീണ്ടും നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞ കാര്യം മറക്കരുത്. തുടക്കം തൊട്ട് വായിക്കുന്ന അർത്ഥങ്ങൾ നമ്മൾ എഴുതി പോകുന്നു. ഒരു സംഖ്യ എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ അർത്ഥമായ എക്സ് എഴുതി കഴിഞ്ഞു. ഒരു സംഖ്യയോട് അതേ സംഖ്യ 16 തവണ കൂട്ടിയപ്പോൾ, അതേ സംഖ്യ 16 തവണ കൂട്ടുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് അവിടെ കൂട്ടേണ്ടത്? 16x കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയത് സംഖ്യയുടെ വർഗ്ഗമാണ്. സംഖ്യയുടെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്വയർ അല്ലേ. അപ്പോൾ സംഖ്യ എക്സിൻ്റെ സ്ക്വയറാണ്. ഇനി നമ്മൾ എഴുതിയിരിക്കുന്നതിനെ സിംപ്ലിഫൈ ചെയ്യാം. എക്സ് പ്ലസ് 16x എത്രയായി? എക്സിനോട് 16x കൂട്ടിയാൽ നമുക്ക് 17x ആണ് കിട്ടുക. ഇനി ഇപ്പുറത്തെ വശത്ത് നമുക്ക് എന്താണ് ഉള്ളത്? ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എക്സ് സ്ക്വയർ ആണല്ലേ. എക്സ് സ്ക്വയറിനെ നമുക്കൊന്ന് മാറ്റി എഴുതാം. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു സംഖ്യയുടെയും സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ സംഖ്യയെ ആ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുന്നു. എക്സ് ഇൻറ്റു എക്സ്. അപ്പോൾ നമുക്ക് ഈ വശത്തുള്ള ഒരു എക്സിനെ അപ്പുറത്തെ വശത്തുള്ള ഒരു എക്സുമായിട്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ബാക്കി എന്താണ് കിട്ടുക? എക്സ് ഈക്വൽ ടു 17. നമ്മുടെ ചോദ്യം എന്താണ്? സംഖ്യ ഏത്? സംഖ്യ ഏത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നത്. സംഖ്യയാണ് 17. അടുത്ത ചോദ്യം വായിക്കാം. ഒരു സംഖ്യയെ 4 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 4 കൊണ്ട് ഹരിച്ചപ്പോൾ ഉത്തരത്തിൽ വന്ന വ്യത്യാസം 90 ആണെങ്കിൽ ശരി ഉത്തരം എത്ര? അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ചോദ്യം കുറച്ചുകൂടി വലുതായി, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും ശകലം കൂടി വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ഒരു സംഖ്യയെ 4 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 4 കൊണ്ട് ഹരിച്ചു. ആ ഒരാശയത്തിലേക്ക് നമുക്ക് ആദ്യം വരാം. അതായത് ഒരു ശരി ഉത്തരമുണ്ട്, ഒരു തെറ്റുത്തരമുണ്ട് അല്ലേ. അപ്പോൾ ശരി ഉത്തരം എന്തായിരുന്നു? ഒരു സംഖ്യയെ 4 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം, അപ്പോൾ ആ ഭാഗം എന്താണ് സൂചിപ്പിക്കുന്നത്? 4 കൊണ്ട് ഗുണിക്കുകയായിരുന്നു നമ്മൾ ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ നമ്മുടെ സംഖ്യ എക്സ് ആണെങ്കിൽ നമുക്ക് കിട്ടേണ്ടിയിരുന്ന ശരി ഉത്തരം 4x ആണ് അല്ലേ. അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? 4 കൊണ്ട് ഹരിച്ചു. അപ്പോൾ അതേ എക്സിനെ നമ്മൾ 4 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം നമ്മൾ ചെയ്തത് ബൈ മിസ്റ്റേക്ക് നമ്മൾ 4 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്തത്. x/4 ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഉത്തരത്തിൽ വന്ന വ്യത്യാസം 90 ആണ് എന്ന് പറഞ്ഞാൽ ഈ 90നെ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് 4x എന്ന ശരി ഉത്തരത്തിന് പകരം നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന തെറ്റുത്തരം x/4 ആണ്.
ഈ ശരിയുത്തരവും തെറ്റുത്തരവും തമ്മിലുണ്ടായ വ്യത്യാസമാണ് ഈ ചോദ്യത്തിൽ ഈ 90 എന്ന സംഖ്യ, അല്ലേ? അപ്പോൾ നമുക്കിതിനെ ഒന്ന് കറക്റ്റ് ചെയ്തെഴുതാം. ഈ ഫ്രാക്ഷനെ നമുക്കൊന്ന് മാറ്റണം. ഫ്രാക്ഷൻ വെച്ച് നമുക്കിത് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടാകുന്നത് കൊണ്ട് നമ്മൾ ആ ഫ്രാക്ഷൻ ഒഴിവാക്കും. ഈ ഡിനോമിനേറ്ററിൽ ഒരു 4 കിടപ്പുണ്ട്. ആ 4നെ ഒഴിവാക്കാൻ നമ്മൾ ഈ ഇക്വേഷനെ മുഴുവനായിട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇക്വേഷനെ മുഴുവൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4x-നെ 4 കൊണ്ട് ഗുണിക്കുന്നു, നമുക്ക് 16x കിട്ടും. മൈനസ് x/4നെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ ആ മുകളിലുള്ള 4ഉം അടിയിലുള്ള 4 തമ്മിൽ ക്യാൻസലായി പോയിട്ട് അവിടെ അവശേഷിക്കുന്നത് x മാത്രം. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലുള്ള 90നെ നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ബേസിക് മാത്സിൽ വീക്കായിട്ടുള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഒരു ഇക്വേഷനെ ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഇക്വേഷൻ്റെ 2 വശത്തുമുള്ള എല്ലാ ടേംസിനെയും നമ്മൾ ആ സെയിം ഗുണനം അല്ലെങ്കിൽ ഹരണം ചെയ്യണം. അപ്പോൾ അത് മറന്നു പോകരുത്. ഒരിടത്ത് മാത്രമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യരുത്. എല്ലാ ടേംസും 3 ടേംസ് ഉണ്ടെങ്കിൽ 3 ടേംസിനെയും ഒരേ രീതിയിൽ തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് പോവുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്ക് ചെയ്യാം. 16x മൈനസ് എക്സ് ഈക്വൽ ടു 15x അല്ലേ, ഈക്വൽ ടു ഇപ്പുറത്തെ സൈഡിൽ ബാക്കിയുള്ളത് 90 ഇൻറ്റു 4. ഈ 90 ഇൻറ്റു 4 മൾട്ടിപ്ലിക്കേഷൻ ഞാൻ ചെയ്യാത്തത് നമുക്കത് കുറച്ചുകൂടി സിമ്പിളായിട്ട് ചെയ്യാനുള്ള മാർഗ്ഗത്തിന് വേണ്ടിയിട്ടാണ്. അതായത് 15ൻ്റെ ഗുണിതമാണ് 90. നമുക്കത് ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. 15 6 90 അല്ലേ. 15 6 90 ആണെങ്കിൽ നമുക്ക് ആ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു 6 ബാലൻസ് ആവും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് x ഈക്വൽ ടു 24 എന്നുള്ള ഉത്തരം കിട്ടും. ഇപ്പോൾ ഈ 90 ഇൻറ്റു 4 360 നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ അത് കണ്ടുപിടിക്കേണ്ട ആവശ്യം നമുക്കിവിടെ ഇല്ല. അതുപോലെ തന്നെ അത് മാത്രമല്ല, ഈ 90ന് പകരം മറ്റൊരു സംഖ്യയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ 72 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 72 ഇൻറ്റു 4 മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് വീണ്ടും സമയം പോയില്ലേ. വീണ്ടും ആ വലിയ സംഖ്യയെ ക്യാൻസൽ ചെയ്യാനും ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ആ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചെയ്യേണ്ട, അതങ്ങനെ തന്നെ ഇടുക. എന്നിട്ട് നമുക്ക് ഇപ്പുറത്തുള്ള സംഖ്യയുമായിട്ട് ക്യാൻസൽ ചെയ്ത് ഉത്തരത്തിലേക്ക് വരാം. അപ്പോൾ ഇവിടെ നമുക്ക് സംഖ്യ അല്ലെങ്കിൽ x 24 എന്ന് മനസ്സിലായി. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശരിയുത്തരം എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. സംഖ്യ ഏത് എന്നല്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, മറിച്ച് ശരിയുത്തരം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിയുത്തരം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 4x ആണ് ഈ ചോദ്യത്തിലെ ശരിയുത്തരം. അപ്പോൾ x നമ്മൾ 24 ആണെന്ന് കണ്ടുപിടിച്ചു. x 24 ആണെന്ന് കണ്ടുപിടിച്ചാൽ ശരി ഉത്തരം 24 ഇൻറ്റു 4 96 ആണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഈ ചോദ്യത്തിലെ ഉത്തരം 96 ആണ്. അടുത്ത ചോദ്യം, ഒരു ഫാമിൽ കുറേ പശുക്കളും കോഴികളും ഉണ്ട്. ആകെ 30 തലകളും 82 കാലുകളും ഉണ്ടെങ്കിൽ എത്ര പശുക്കളുണ്ട്? ഒരുപാട് തവണ മത്സര പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. എന്നാൽ ഇതിൻ്റെ ഒരു ബേസ് കിടക്കുന്നത് നമ്മുടെ ഈ ഇക്വേഷൻ സോൾവിങ് എന്ന് പറയുന്ന ആ ഒരു ആശയത്തിലാണ്. അപ്പോൾ ഇത് നമ്മൾ ഇനി പ്രാക്ടിക്കൽ എക്സാമ്പിൾസിലേക്കാണ് കിടക്കുന്നത്. കാരണം മുമ്പ് നമ്മൾ പറഞ്ഞ ചോദ്യങ്ങളിലെല്ലാം നമ്മൾ ഓരോ ഒരു സംഖ്യയെപ്പറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള ബേസിക് കാൽക്കുലേഷൻസിലായിരുന്നു ചോദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ എന്താണ്, സംഖ്യയെപ്പറ്റിയൊന്നും പറയുന്നില്ല. നമ്മൾ പറയുന്ന ഒരു പ്രാക്ടിക്കൽ ഉദാഹരണത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ പ്രാക്ടിക്കൽ എക്സാമ്പിൾസിലേക്കാണ് വരിക. അപ്പോൾ ഒരു ഫാമിൽ കുറേ പശുക്കളും കോഴികളുമുണ്ട്. ആകെ 30 തലകളും 82 കാലുകളും. തലകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ അതിപ്പം പശുവിനാണെങ്കിലും കോഴിക്കാണെങ്കിലും തലകളുടെ എണ്ണം ഓരോന്ന് അല്ലേ. അപ്പോൾ പശുക്കളുടെ എണ്ണം x ആണെന്ന് വിചാരിക്കുക. പശുക്കളുടെ എണ്ണം x ആണെന്ന് വിചാരിക്കുക. കോഴികളുടെ എണ്ണം y ആണെന്ന് വിചാരിക്കുക. പശുക്കളുടെ എണ്ണം x-ഉം കോഴികളുടെ എണ്ണം y-ഉം ആണെങ്കിൽ തലകളുടെ എണ്ണം ആയി കൊടുത്തിരിക്കുന്നത് x + y ആണ് അല്ലേ. തലയെണ്ണം എന്ന് പറഞ്ഞാൽ ആകെ എത്ര ജീവികളുണ്ട്. അപ്പോൾ x + y 30 ആണെന്നാണ് ഈ ചോദ്യത്തിലെ ആദ്യത്തെ ഇക്വേഷൻ. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് നോക്കാം, കാലുകളുടെ എണ്ണത്തിൻ്റെ ഇക്വേഷൻ. അപ്പോൾ പശുക്കളുടെ എണ്ണമാണ് നമ്മൾ x എടുത്തിരിക്കുന്നതെങ്കിൽ അവയ്ക്ക് 4 കാലുകൾ വീതം കൗണ്ട് ചെയ്താൽ 4x കാലുകൾ പ്ലസ് കോഴികളുടെ എണ്ണം y ആണെങ്കിൽ 2y കാലുകളുടെ എണ്ണം. അത് രണ്ടും കൂട്ടുമ്പോൾ നമുക്ക് 82 കിട്ടുന്നു. ഇപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ 2 ഇക്വേഷൻ കിട്ടി അല്ലേ. അപ്പോൾ ഈ 2 ഇക്വേഷൻസ് ഉപയോഗിച്ച് നമുക്ക് വാല്യൂവിലേക്ക് വരണം. ഏത് വാല്യൂ ആണ് നമുക്ക് വേണ്ടത് എന്ന് നോക്കാം. പശുക്കളുടെ എണ്ണം x കിട്ടണം. അപ്പോൾ എക്സും വൈയും 2 വേരിയബിൾ വരുന്ന ഇക്വേഷൻസിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. x വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് അർത്ഥമാക്കുന്നത് y വേണ്ട എന്നാണ്. y വേണ്ട, y-യെ ഒഴിവാക്കുക. y-യെ ഒഴിവാക്കാൻ എന്താണ് മാർഗം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ 4x + 2y എന്നുള്ള ആ ഒരു ഇക്വേഷൻ നേരെ പകുതിയാക്കും. എല്ലാം ഇരട്ട സംഖ്യകളാണ്, അതുകൊണ്ട് നമ്മൾ നേരെ പകുതിയാക്കുന്നു. 4x-ൻ്റെ പകുതി
2x. ഇനി 2y പകുതി 1y, 82ൻ്റെ പകുതി 41. ഓക്കെ, ഇനി നമ്മൾ ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന്, അതായത് ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഈ ആദ്യത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യുന്നു. രണ്ട് ഇക്വേഷനുകളുടെയും വ്യത്യാസം എടുക്കുന്നു. 2xൽ നിന്ന് x പോയാൽ നമുക്ക് കിട്ടുന്നത് x. 2xൽ നിന്ന് x പോകുമ്പോൾ x ബാക്കിയാവുന്നു. വൈയിൽ നിന്ന് y മൈനസ് y എന്ന് പറയുമ്പോൾ ആ വൈയുടെ ടേം അവിടെ നിന്ന് എലിമിനേറ്റ് ആയി. അപ്പോൾ നമുക്ക് x മാത്രമാവുന്നു. x എത്രയാണ്? 41 മൈനസ് 30. 41 മൈനസ് 30 ഈക്വൽ ടു 11 അവിടുത്തെ പശുക്കളുടെ എണ്ണം. അപ്പോൾ ഈ ഒരു മെത്തേഡ്, നമ്മൾ ഇതിൻ്റെ ഒരു ഇക്വേഷൻ ബേസിസ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെത്തേഡ് ആദ്യം പറഞ്ഞത്. നമുക്ക് യഥാർത്ഥത്തിൽ ഈ ഒരു മെത്തേഡ് അതിനേക്കാളും കുറച്ചുകൂടി എളുപ്പമായിട്ട് നമുക്ക് ഷോർട്ട് കട്ട് വഴി ഉത്തരം കണ്ടുപിടിക്കാം. നമ്മളിവിടെ എന്താണ് ചെയ്തതെന്ന് മാത്രം നിങ്ങളൊന്ന് ഓർമ്മിക്കാം. നോക്കൂ, നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ അല്ലെങ്കിൽ പല സോഴ്സസിലും നമ്മൾ ഷോർട്ട് കട്ടുകൾ ഇക്വേഷന് ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്. ഈ ചോദ്യം വന്നാൽ ഇങ്ങനെ ചെയ്യുക എന്ന് കൊടുക്കാറുണ്ട്. ഇത് യഥാർത്ഥത്തിൽ നമുക്ക് തന്നെ കണ്ടുപിടിക്കാനുള്ള കാര്യമേ ഉള്ളൂ. അതായത് ഈ ചോദ്യത്തെ സംബന്ധിച്ച് നമ്മൾ ചെയ്ത 41 മൈനസ് 30 എന്താണ് എന്ന് മാത്രം ഒന്ന് ആലോചിച്ചാൽ മതിയാവും. നമ്മൾ ചെയ്തത് എന്താണ്? 41 നമുക്ക് കിട്ടിയത് 82ൻ്റെ പകുതി എന്നുള്ള അർത്ഥത്തിലാണ്, ശരിയല്ലേ? ഇനി 82 എന്താണ്? കാലുകളുടെ എണ്ണം. ഞാൻ ഈ കാലുകളുടെ എണ്ണത്തെ L എന്ന് എഴുതുകയാണ്. L. അപ്പോൾ കാലുകളുടെ എണ്ണത്തിൻ്റെ പകുതിയാണ് 41, അല്ലേ? ആ 41ൽ നിന്ന് നമ്മൾ കുറച്ച് 30 തലകളുടെ എണ്ണം. അപ്പോൾ നമ്മളിവിടെ യഥാർത്ഥത്തിൽ ചെയ്തത് L/2 മൈനസ് H എന്ന ഒരു ഷോർട്ട് കട്ടാണ്. നമ്മൾ ചെയ്ത കാര്യത്തെ ഒറ്റ സ്റ്റെപ്പിൽ പറഞ്ഞാൽ എങ്ങനെ എഴുതാം? കാലുകളുടെ എണ്ണത്തിൻ്റെ പകുതിയിൽ നിന്ന് തലകളുടെ എണ്ണം കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പശുക്കളുടെ എണ്ണം കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ അത് കൃത്യമായിട്ടൊന്ന് ഓർമ്മിച്ചിരിക്കുക. അപ്പോൾ അതിനകത്ത് പ്രത്യേകം ഹൈലൈറ്റഡായിട്ട് ഓർത്തിരിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി ഒന്ന് പറയാം. അപ്പോൾ ഇനി ഈ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഒറ്റ സ്റ്റെപ്പിൽ ഉത്തരം കണ്ടുപിടിക്കുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം നമുക്ക് അനാവശ്യമായിട്ട് ഇത്രയും ചെയ്ത് നമുക്ക് സമയം കളയേണ്ട കാര്യമില്ല. പിന്നെ ഞാനിത് പറഞ്ഞത് എല്ലാ ചോദ്യങ്ങളിലും നമുക്ക് ബേസിക്കായിട്ട് ഇക്വേഷൻ മെത്തേഡ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം ഒരു മാറ്റം വരുന്ന ഒരു പുതിയ ചോദ്യം കണ്ടാൽ നമുക്കവിടെ ഒരു ഷോർട്ട് കട്ട് അന്നേരം പരീക്ഷാ ഹോളിലിരുന്ന് ആലോചിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് ബേസിക് മെത്തേഡ് അറിഞ്ഞിരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇക്വേഷൻ മെത്തേഡ് ആദ്യമേ സൂചിപ്പിക്കുന്നത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, L/2 മൈനസ് H എന്ന് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നാൽക്കാലികളുടെ എണ്ണമാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ചോദ്യം എങ്ങനെയൊക്കെ മാറ്റിമറിച്ച് ചോദിച്ചാലും നമുക്ക് ഈ നാൽക്കാലി ഇരുകാലി എന്നുള്ള അർത്ഥത്തിന് അവിടെ മാറ്റം ഉണ്ടാവില്ല. കാരണം അങ്ങനെ അല്ലാത്ത ജീവികളെ നമുക്ക് പെട്ടെന്ന് ഉദാഹരണങ്ങളായി സങ്കല്പിക്കാനും ഒരു ചോദ്യത്തിൽ ഉൾപ്പെടുത്താനും സാധ്യത വളരെ കുറവാണ്, അല്ലേ? വേറെ എന്ത് കൊടുക്കാൻ സാധിക്കും? 3 കാലോ 5 കാലോ നമുക്ക് ഓപ്ഷനിൽ കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബേസിക് സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവില്ല. അതുകൊണ്ട് L/2 മൈനസ് H ചെയ്യുമ്പോൾ കാലികളുടെ എണ്ണത്തിൻ്റെ പകുതിയിൽ നിന്ന് തലകളുടെ എണ്ണം കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നാൽക്കാലികളുടെ എണ്ണമായിരിക്കും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിത് എടുത്തു പറയാൻ കാര്യം, കോഴികളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ നേരെ ഈ പറഞ്ഞ ഷോർട്ട് കട്ട് മനസ്സിലേക്ക് വന്ന് നേരെ ഉത്തരം എഴുതി വെക്കരുത് എന്നുള്ളതാണ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, കോഴികളുടെ എണ്ണം ചോദിച്ചാൽ എന്ത് ചെയ്യണം? പശുക്കളുടെ എണ്ണം കണ്ടുപിടിക്കണം. എന്നിട്ട് 30ഉം അതും തമ്മിലുള്ള വ്യത്യാസം നോക്കണം. ഇതേ മാതൃകയിലുള്ള മറ്റൊരു ചോദ്യമാണ്. ഒരു വീട്ടിൽ കുറേ ആടുകളും കോഴികളുമുണ്ട്. അവയ്ക്കെല്ലാം കൂടി 66 തലകളും 200 കാലുകളുമുണ്ട്. കോഴികളുടെ എണ്ണം എത്ര? വാല്യൂസ് മാത്രം വ്യത്യാസപ്പെടുന്നു. ആ ബേസിക്കായിട്ടുള്ള ആശയത്തിന് മാറ്റമൊന്നുമില്ല. ഇപ്പോൾ പശുക്കൾക്ക് പകരം ആടുകളെന്ന് വന്നാലും ഈ ചോദ്യത്തിൻ്റെ അവയെ സംബന്ധിച്ച ആശയത്തിന് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ ചോദിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക, കോഴികളുടെ എണ്ണം എത്ര, അതായത് ഇരുകാലികളുടെ എണ്ണം എത്ര എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുക, നാൽക്കാലികളുടെ അല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ ഷോർട്ട് കട്ട് മെത്തേഡ് മാത്രമേ ഞാൻ ഈ പറയുന്നുള്ളൂ. അപ്പോൾ കാലുകളുടെ എണ്ണത്തിൻ്റെ പകുതിയിൽ നിന്ന് തലകളുടെ എണ്ണം കുറയ്ക്കുക, അപ്പോൾ നമുക്ക് നാൽക്കാലികളുടെ എണ്ണം കിട്ടും എന്നാണ് പറഞ്ഞത്. ആ കാര്യമൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം. കാലുകളുടെ എണ്ണം 200. 200ൻ്റെ പകുതി എടുത്താൽ ഈ ചോദ്യത്തിൽ എത്രയാണ്? 100. 200ൻ്റെ പകുതി 100. ആ 100ൽ നിന്ന് തലകളുടെ എണ്ണമായ 66 മൈനസ് ചെയ്യുന്നു. 66 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 34 എന്നൊരു സംഖ്യ കിട്ടും, അല്ലേ? ഈ 34 എന്താണ്? ഈ ചോദ്യത്തിൽ ആടുകളുടെ എണ്ണമാണ് എന്നുള്ളത് മറന്നു പോകരുത്. അപ്പോൾ ഈ 34 നമുക്ക് കിട്ടിയതെങ്കിൽ ഇനി ബാക്കി നമ്മൾ ചെയ്യേണ്ടത് കോഴികളുടെ എണ്ണം. 66 മൈനസ് 34. 66 മൈനസ് 34 ചെയ്താൽ കിട്ടുന്നത് 32 ആണ്.
ഇതാണ് നമുക്ക് വേണ്ട ഉത്തരം. അടുത്ത ചോദ്യം, ഇത് മറ്റൊരു ടൈപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. PSC പരീക്ഷകൾക്ക് ചോദിക്കാറുള്ള ഇക്വേഷൻ്റെ ബേസിസിലുള്ള മറ്റൊരു ചോദ്യം. ഒരു പരീക്ഷയിൽ ശരി ഉത്തരങ്ങൾക്ക് 4 മാർക്ക് വീതം നൽകുകയും തെറ്റുത്തരങ്ങൾക്ക് ഓരോ മാർക്ക് കുറയ്ക്കുകയും ചെയ്യും. ആകെയുള്ള 100 ചോദ്യത്തിനും ഉത്തരം എഴുതിയ ഒരാൾക്ക് 310 മാർക്ക് കിട്ടിയെങ്കിൽ ശരി ഉത്തരങ്ങളുടെ എണ്ണം എത്ര? ഇത് നമുക്കൊക്കെ ഒരു പരിചിതമായിട്ടുള്ളൊരു ഫോർമാറ്റാണ്. നമ്മളിപ്പോൾ ഒരു PSC പരീക്ഷ എഴുതുമ്പോൾ അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിനേഷനൊക്കെ എഴുതുമ്പോഴത്തേക്ക് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു രീതിയാണ്. അതായത് ശരി ഉത്തരത്തിന് ഇത്ര മാർക്ക് കൊടുക്കുന്നു, തെറ്റുത്തരത്തിന് ഇത്ര മാർക്ക് മൈനസ് ചെയ്യുന്നു. ഇപ്പോൾ PSC പരീക്ഷകൾക്കാണെങ്കിൽ അത് എത്രയാണ്? ശരി ഉത്തരത്തിന് 1 മാർക്ക്, തെറ്റുത്തരത്തിന് -1/3 എന്ന് പറയുന്നത് പോലെ ഇവിടെ ശരി ഉത്തരങ്ങൾക്ക് 4 മാർക്ക് കൊടുക്കും, തെറ്റുത്തരത്തിന് ഓരോ മാർക്ക് കുറയ്ക്കും. എന്നിട്ട് നമുക്ക് തന്നിരിക്കുന്ന 2 ഡേറ്റാസ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ആകെയുള്ള 100 ചോദ്യത്തിന് ഉത്തരം എഴുതി, ഉത്തരം കൊടുത്ത ചോദ്യങ്ങൾ എത്രയാണ്? 100 ചോദ്യങ്ങൾ. അതിൽ നിന്ന് നമുക്കൊരു ഇക്വേഷൻ കിട്ടും. എന്താണ്? ശരി ഉത്തരങ്ങളുടെ എണ്ണം x ആണ്, ശരി ഉത്തരങ്ങളുടെ എണ്ണം x ആണ്, തെറ്റുത്തരങ്ങളുടെ എണ്ണം y ആണ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ചോദ്യത്തിൽ തെറ്റും ശരിയും ചേർന്നാൽ എത്ര ചോദ്യങ്ങളുണ്ട്? 100 ചോദ്യങ്ങളുണ്ട്. ആകെയുള്ള 100 ചോദ്യങ്ങളെന്ന് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ എഴുതേണ്ടത് എന്താണ്? മനസ്സിൽ എഴുതേണ്ടത് എന്താണ്? ശരി ഉത്തരവും തെറ്റുത്തരവും ചേർന്നാൽ എക്സും വൈയും ചേർന്നാൽ എത്രയായി? 100ആയി. ഇനി അടുത്ത കാര്യം വായിക്കാം. 310 മാർക്ക് കിട്ടി. ഈ മാർക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? എക്സ് ശരി ഉത്തരങ്ങളുണ്ട്. എക്സ് ശരി ഉത്തരങ്ങൾക്ക് ഒരെണ്ണത്തിന് 4 മാർക്ക് വീതം കണക്കാക്കിയാൽ അവിടെ കിട്ടുന്നത് 4x മാർക്കാണ്. ഇനി വൈ ഉത്തരങ്ങൾ തെറ്റിച്ചു അല്ലേ? തെറ്റുത്തരത്തിന് മാർക്ക് അവിടെ കുറയുന്നുണ്ട്. എത്ര മാർക്ക് കുറയും? y തന്നെ കുറയും. കാരണം ഓരോ മാർക്കാണ് തെറ്റുത്തരത്തിന് മൈനസ് ചെയ്യുന്നത്. അപ്പോൾ 4xൽ നിന്ന് y കുറഞ്ഞാൽ അവിടെ കിട്ടിയ മാർക്കാണ് 310. അപ്പം നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞു. x + y 100 4x - y 310. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ശരി ഉത്തരങ്ങളുടെ എണ്ണം. ശരി ഉത്തരങ്ങളുടെ എണ്ണം ഏതാണ്? x ആണ്. അപ്പോൾ ഈ വീണ്ടും ഞാൻ ആദ്യം പറഞ്ഞ ലോജിക്കിലേക്ക് വരുന്നു. x വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്ത് വരണം? y വേണ്ട എന്ന് പറയണം. x വേണം മീൻസ് y ഒഴിവാക്കണം. y ഒഴിവാക്കാൻ എന്താണ് മാർഗം? നമുക്ക് ഈ 2 ഇക്വേഷനും തമ്മിലൊന്ന് കൂട്ടി നോക്കാം. അതാണ് y ഒഴിവാക്കാനുള്ള മാർഗം. കാരണം എന്താണ്? ഇവിടെ +y - y എന്നാണ് കിടക്കുന്നത്. അപ്പോൾ ഈ പ്ലസും വൈയും ചേർന്ന് അത് ക്യാൻസലായി പോകണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 2 ഇക്വേഷനും കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ എക്സും 4xും ചേർന്നാൽ നമുക്ക് 5x കിട്ടും. 5x = +y - y ചേർന്നാൽ അത് 0 ആയിപ്പോയി. 100 310 ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 410. അപ്പോൾ 5x = 410. x എത്രയാണ്? x = 82. പെട്ടെന്ന് പറയുന്നത് എങ്ങനെയാണെന്നും കൂടി ഓർത്തിരിക്കുക. ഇവിടെയുള്ള ഒരു x ഉണ്ട്, അവിടെയുള്ള 410-ലെ ഒരു 10 ഉണ്ട്. ആ 0 10-നെ സൂചിപ്പിക്കുന്നത്. 41 × 10 ആണല്ലോ 410. അപ്പോൾ ഈ 5ഉം ഈ 10ഉം കൂടെ ക്യാൻസലായാൽ ഇവിടെ ബാക്കിയാവുന്നത് 2ആണ്. ആ കണക്കിലാണ് നമ്മൾ നേരെ എഴുതിയത്. 41 × 2 82 ചോദ്യങ്ങളാണ് അവിടെ ശരിയാക്കിയിരിക്കുന്നത്. ശരി ഉത്തരങ്ങളുടെ എണ്ണം 82. ഇനി അതവിടെ നിൽക്കട്ടെ, നമുക്ക് ഇതിനും ഒരു ഷോർട്ട് കട്ട് പറയാം. ഷോർട്ട് കട്ട് എന്താണെന്ന് വെച്ചാൽ, വീണ്ടും ഞാൻ പറയുന്നു, നമ്മളിവിടെ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ നിങ്ങൾക്ക് തന്നെ കിട്ടും ഷോർട്ട് കട്ട്. ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. നോക്കൂ, നമ്മളിവിടെ ചെയ്തത് എന്താണ്? 82 നമുക്ക് കിട്ടിയ കാൽക്കുലേഷനിലേക്ക് വരിക. 410/5 ആണ് 82, ശരിയല്ലേ? 410/5 ചെയ്തപ്പോൾ നമുക്ക് 82 കിട്ടി. 410 എന്താണ്? ചോദ്യത്തിലേക്ക് വരിക. ചോദ്യത്തിൽ നിന്ന് എങ്ങനെ 410 കിട്ടും? 310 + 100, ശരിയല്ലേ? അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഷോർട്ട് കട്ടിലേക്കാണ് ഞാൻ വരുന്നത്. 100 ചോദ്യങ്ങൾ എഴുതി കിട്ടിയ മാർക്ക് 310. ഇത് രണ്ടും കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 410 കിട്ടി. ഇനി ഡിവൈഡ് ചെയ്തത് എന്തുകൊണ്ടാണ്? 5 കൊണ്ട്. 5 എങ്ങനെ നമുക്ക് ചോദ്യത്തിൽ നിന്ന് കിട്ടും? ശരി ഉത്തരത്തിന് 4 മാർക്ക്, തെറ്റുത്തരത്തിന് നഷ്ടപ്പെടുന്നത് 1 മാർക്ക്. 4 + 1 5. അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിന്, ഇങ്ങനെ ഒരു ചോദ്യം ഇനി കണ്ടാൽ നമ്മൾ ഷോർട്ട് കട്ടായിട്ട് ചെയ്യേണ്ടത് എന്ത് മാത്രമാണ്? ഈ കിട്ടിയ മാർക്കും ചോദ്യങ്ങളുടെ എണ്ണവും കൂടെ കൂട്ടുന്നു. എന്നിട്ട് ശരി ഉത്തരത്തിന് കിട്ടുന്ന മാർക്കും തെറ്റുത്തരത്തിന് പോകുന്ന മാർക്കും കൂടെ കൂട്ടുന്നു. ഇത് രണ്ടും തമ്മിൽ ഡിവൈഡ് ചെയ്താൽ ഉത്തരമായി 82. ഇനി നമുക്ക് ഇതേ മോഡൽ ഒരു എക്സാമ്പിൾ കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഒരു മത്സര പരീക്ഷയിൽ ഓരോ ശരി ഉത്തരത്തിനും
3 മാർക്ക് നൽകുകയും തെറ്റുത്തരങ്ങൾക്ക് ഓരോ മാർക്ക് കുറയ്ക്കുകയും ചെയ്യും. 40 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയ ഒരാൾക്ക് 56 മാർക്ക് കിട്ടി. എത്ര ഉത്തരങ്ങൾ തെറ്റി? കഴിഞ്ഞ ചോദ്യം തന്നെ അതിനകത്ത് വാല്യൂസിന് മാറ്റം വന്നു. അപ്പോൾ നമുക്ക് ആ ഷോർട്ട് കട്ട് വെച്ച് ചെയ്യാം അല്ലേ? അപ്പോൾ ഷോർട്ട് കട്ട് വെച്ച് എന്താണ് ചെയ്യേണ്ടത്? എത്ര ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തു? 40. എത്ര മാർക്ക് കിട്ടി? 56 ഡിവൈഡഡ് ബൈ ശരി ഉത്തരത്തിന് 3 മാർക്ക്, തെറ്റുത്തരത്തിന് നഷ്ടപ്പെടുന്നത് 1 മാർക്ക്. അപ്പോൾ ഈ പറയുന്ന കാൽക്കുലേഷൻ ഒന്ന് ചെയ്ത് നോക്കാം. 40 + 56 96 ഡിവൈഡഡ് ബൈ 3 + 1 4. 96/4 = 24. 24 ചോദ്യങ്ങളാണ് ഇവിടെ ശരിയാക്കിയിരിക്കുന്നത്. ഓക്കെ, മാറിപ്പോകരുത്. 24 ചോദ്യങ്ങൾ ശരിയാക്കി. അപ്പോൾ ആകെ 40 ചോദ്യങ്ങളാണ് എഴുതിയത്. 40 ചോദ്യങ്ങൾ എഴുതിയ ആൾക്ക് 24 എണ്ണം ശരിയായെങ്കിൽ ബാക്കിയുള്ളത് തെറ്റി. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാണ്? 16 ചോദ്യങ്ങളാണ് തെറ്റിയിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ മനസ്സിലാക്കുക. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയ ഒരു ഭാഗം എന്ന് പറയുന്നത് സിമ്പിൾ ഇക്വേഷൻ അല്ലെങ്കിൽ ലഘു സമവാക്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ അതിലെ ഡയറക്റ്റ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ രീതിയിൽ വരുന്നതുമായ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്തത്. കൂടുതൽ എക്സാമ്പിൾസ് ചെയ്ത് പഠിക്കുക. എത്രത്തോളം നമ്മൾ കൂടുതൽ ആവർത്തിക്കുന്നു അതനുസരിച്ച് കാര്യങ്ങൾ നമുക്ക് കൂടുതൽ പെട്ടെന്ന് ചെയ്യാനായിട്ട് സാധിക്കും. താങ്ക് യു.